കേട്ടോ. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്ര ദൂരം വേണമെങ്കിലും വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. ഒരു എഞ്ചിനാണല്ലോ, ഒരു മെഷീനുള്ളതാണ്. അത് അതിൻ്റെ പാട്ടിന് അങ്ങനെ പോയിക്കോളും. നമ്മൾ ഫിറ്റായിരിക്കണം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ കുറേ നേരം ഞാൻ നല്ലൊരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നത്. ഞാനിപ്പോൾ ഒരു റൈഡിൻ്റെ ഇടയിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ എൻ്റെ നാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അത് നമ്മളുടെ ഈ ഒരു സൂപ്പർ സ്പോർട്ട് ഡയറ്റോണയും കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സൂപ്പർ സ്പോർട്ട് ബൈക്കുകൾ കൊണ്ട് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് സൂപ്പർ സ്പോർട്ട് ബൈക്ക് കൊണ്ട് ലോങ് റൈഡ് പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഗൈസ്. അപ്പം അതിന് തന്നെ പറയുകയാണെങ്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതിനെ കുറച്ച് ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊന്ന് സഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും വണ്ടികളെ കൊണ്ട് നമുക്ക് ലോങ് റൈഡൊക്കെ പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇപ്പോൾ മൈസൂർ കഴിഞ്ഞ്, ഇപ്പോൾ ഗുണ്ടൽപേട്ടം കഴിഞ്ഞ് നമ്മുടെ വയനാട് മുത്തങ്ങ പോകുന്ന ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അവിടെ കയറാൻ നിൽക്കുന്നതിന് കുറച്ച് മുമ്പുള്ള ഒരു സ്ഥലമാണത്. ഇവിടെ ഒരു ഓഗസ്റ്റ് ജൂലൈ ആ ഒരു സമയത്തൊക്കെ വന്നാൽ അവിടെ ഫുള്ള് നമുക്ക് ഫ്ലവറിൻ്റെ കൾട്ടിവേഷൻ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണത്. അപ്പം കം ടു ദ പോയിൻറ്റ്. അപ്പോൾ ഏകദേശം ഞാനൊരു 200 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിച്ച്. ഈ 200 കിലോമീറ്റർ ഇപ്പോൾ 210 കിലോമീറ്ററോളം ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചു. അത് ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ വന്നു. അതിൻ്റെ ഇടയിൽ മൈസൂർ നമ്മുടെ ട്രാഫിക്കിൽ മാത്രം ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നിൽക്കേണ്ടി വന്നു. കാരണം അവിടെ എന്തോ ആക്സിഡൻറ്റ് എന്തോ ആയിട്ട് കുറച്ച് നേരം ബ്ലോക്കായിരുന്നു. അതല്ലാണ്ട് അങ്ങനെ അവിടെ സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കൈയും റിസ്റ്റും ഷോൾഡറൊക്കെ വേദനയാവുന്നുണ്ട്, നെക്കും വേദന ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരം വണ്ടികളൊക്കെ ഉണ്ട്. അതായത് ഇത്തരം സൂപ്പർ സ്പോർട്ട്, ഇപ്പോൾ ഡയറ്റോണ മാത്രമല്ല, നമ്മൾ ഏതൊരു സൂപ്പർ സ്പോർട്ട് ഉണ്ട്, നമ്മുടെ ZX 10R ആയാലും പനികാല ആയാലും S1000RR ആയാലും ഏത് വണ്ടി ആയാലും കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. പക്ഷെ എന്ന് കരുതിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഓടിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും നമുക്ക് ഇത് ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്ര ദൂരം വേണമെങ്കിലും വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണ്ടായാൽ മതി, നമ്മൾ ഒന്ന് കരുതിയാൽ മതി. അതെന്താണെന്ന് വെച്ചാൽ നല്ല ഫിറ്റ്നസ് വേണം, അതായത് ഹെൽത്തും വേണം, നല്ല വെൽത്തും വേണം. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സൂപ്പർ സ്പോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ഇത് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഹാൻഡിൽ ബാർ നിൽക്കുന്നുണ്ടോ, അതിൻ്റെ നമ്മുടെ ട്രയാങ്കിൾ എർഗോണോമിക്സ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അതായത് താന്നിട്ടാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു ടൂറിംഗ് ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഉണ്ടാവും, ഇത് നന്നായിട്ട് നമ്മൾ കുനിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് വണ്ടി ഓടിക്കുന്നത്. അത് മാത്രമല്ല, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. എങ്കിലും ഞാനിത് ഒരു കംഫർട്ട് മോഡിലാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ഭയങ്കര ഹാർഡാണ് വണ്ടി. ചെറിയ ബമ്പി റോഡും അതുപോലെ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റിക്കകത്തൊക്കെ ഓടിക്കാൻ ഭയങ്കര പാടാണ്. മാത്രമല്ല വേപ്പം സിറ്റിക്കകത്തൂടെ അല്ല മാത്രമല്ല ഞാൻ ഓടിച്ചു, ഇപ്പം ഹൈവേയിലൂടെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മളെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ, അതിൽ കയറാൻ സാധിക്കത്തില്ല. കാരണം അത് ബൈക്ക് ബാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കില്ല. എങ്കിലും രണ്ടാമത്തെ ടോള് കഴിഞ്ഞിട്ട് ഒരു 3-4 കിലോമീറ്റർ നമുക്ക് ഓടിക്കാനുള്ളൊരു ഇതുണ്ട്, സ്പോട്ടുണ്ട്. അതല്ലാത്ത സ്ഥലത്തൊന്നും നമുക്ക് വണ്ടി എൻട്രി എടുക്കാനോ എക്സിറ്റ് അടിക്കാനോ സാധിക്കില്ല. കാരണം എന്താ പറയുക, നമുക്ക് അവിടെ എല്ലാം ഈ ട്രാഫിക് വാർഡന്മാർ ചെക്കിങ് നിൽക്കുന്നുണ്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ 500 രൂപ എന്തോ ഫൈനുണ്ട്. ചില സമയത്ത് 500 ഒന്നുമല്ല, അവർക്ക് തോന്നിയ മാതിരിയൊക്കെയാണ് ഫൈൻ അടിക്കുന്നതെന്നാണ് കേട്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഹൈവേയിൽ ഓടിക്കാൻ നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. നേരെ മറിച്ച് നമ്മൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ അധികം പോകുന്നത്. സർവീസ് റോഡിൽ തന്നെ ചില ഭാഗത്തൊക്കെ ചെറിയ സിറ്റിക്കകത്തൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സിറ്റിക്കകത്തൂടെ വന്ന സമയത്തൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഇതിൻ്റെ ട്രാഫിക്കും ഭയങ്കരമായിരുന്നു, സസ്പെൻഷനും ഭയങ്കര ഹാർഡാണ്. അന്നേരം റിസ്റ്റ്, നമ്മുടെ ഷോൾഡർ, നെക്ക് ഭയങ്കര വേദനിച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ ഒന്ന് കുറച്ചൊന്ന് നമ്മൾ ഹൈവേയിലോട്ട് പോയപ്പോൾ ഒന്ന് റിലാക്സ് ആയി. ഹൈവേയിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൈയൊക്കെ വിട്ട് നമുക്കാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്കില്ലൊക്കെ കാണിക്കാൻ പറ്റിയൊരു കിടിലൻ വണ്ടിയാണിത്. അപ്പോൾ ഇതെന്നല്ല, ഏതൊരു വണ്ടി ആയാലും നമുക്ക് ഹൈവേയിലാവുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാം. അപ്പോൾ റിലാക്സ് എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന നിഞ്ച 1000 പോലൊന്നും നമുക്ക് വണ്ടി ഒന്നും ഓടിക്കാനൊന്നും സാധിക്കത്തില്ല. അതായിട്ടൊന്നും കമ്പയർ ഒന്നും ചെയ്യരുത്. അപ്പം പറഞ്ഞു തന്നത്, സിറ്റിക്കകത്തൂടെ ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇരുത്തം ഞാൻ പറഞ്ഞില്ലേ, നെക്ക് വേദന, അതായത് ഷോൾഡർ നെക്ക് വേദന ഒക്കെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോസ്ചർ എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ ഇങ്ങനെ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ നിന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഇപ്പോൾ ഇവിടുത്തെ വ്യൂ കാണുന്നത് ഇവിടെ ആയിരിക്കും, അവിടെ കാണുന്നുണ്ടെങ്കിൽ തല ഇങ്ങനെ പൊക്കി പിടിക്കണം. അപ്പോൾ കുറേ നേരം നമ്മളെ തല പൊക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര സീനാണ്, നെക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ് ഹെൽത്തും വേണം വെൽത്തും വേണം ഈ വണ്ടി ഓടിക്കാൻ. ഹെൽത്ത് ഞാൻ ഉദ്ദേശിച്ചതാണ്, ഇങ്ങനത്തെ വണ്ടി ഓടിക്കാൻ ഈ ഫിറ്റ്നസ് നന്നായിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി നല്ല രീതിയിൽ ഓടിക്കാൻ സാധിക്കത്തുള്ളൂ ഗൈസ്. പിന്നെ വേണ്ടത് വെൽത്താണ്. വെൽത്ത് ഉദ്ദേശിച്ചത് കയ്യിൽ നല്ല ക്യാഷ് വേണം. കാരണം ഇതിൻ്റെയൊക്കെ മൈലേജ് എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ എന്നല്ല ഏതൊരു സൂപ്പർ സ്പോർട്ട് ബൈക്കായാലും മൈലേജ് എന്നൊക്കെ പറയുന്നത് 13, 14, അത് നന്നായിട്ട് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ 10, 12, 11 ആ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഒരു ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത് 17 ലിറ്റർ, അതിൽ 2.5 ലിറ്റർ ഇതിൻ്റെ ഇതാണ് റിസർവാണ്, ബാക്കി 14 ലിറ്ററേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് പൊളിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. ഒരു 100-120 കിലോമീറ്റർ ആകുമ്പോഴത്തേന് നല്ല പോക്കറ്റ് ഭയം കാലിയാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇതിങ്ങനത്തെ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം കേട്ടോ, നമുക്ക് അതിനൊന്നും ഒരു വിഷയമല്ല. കാരണം എത്ര ദൂരമാണ്, നമുക്കൊരു മനസ്സും പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനാണല്ലോ, ഒരു മെഷീനാണല്ലോ, അത് അതിൻ്റെ പാട്ടിന് അങ്ങനെ പോയിക്കോളും. നമ്മൾ ഫിറ്റായിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചും കൊടുക്കണം, പെട്രോൾ ഒഴിച്ചും കൊടുക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ സാധിക്കും, സിമ്പിളായിട്ട് ഓടിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട. നല്ല രീതിയിൽ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഹൈവേയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. സുഖം മീൻസ് കംഫർട്ട്, ആ ലെവൽ കംഫർട്ട് പ്രതീക്ഷിക്കരുത്. നമുക്ക് ആ ഒരു എന്തൂസിയാസം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊളിക്കാൻ പറ്റിയ വണ്ടിയാണത്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഫിറ്റായിരിക്കണം, അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് ക്യാഷും ഉണ്ടായിരിക്കണം. അപ്പോൾ പറഞ്ഞു തന്നത് ഹെൽത്തും ഉണ്ടായിരിക്കണം, വെൽത്തും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ വണ്ടികളൊക്കെ സൂപ്പർ സ്പോർട്ട് ബൈക്കുകൾ ഓടിക്കാൻ മീൻസ് ലോങ് റൈഡ് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പം അത്രയൊക്കെയുള്ളൂ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, കുറേ നേരമായി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഒരു 100 ലൈക്കാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.